അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാം. അതിനായി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് വറ്റൽമുളകും കുറച്ച് മല്ലിയും മുഴുവൻ മല്ലിയും ചേർത്ത് നല്ലപോലെ വറുത്ത് കോരിയെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അതിനുശേഷം അതേ ചട്ടിയിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു 5 ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് ഇളക്കി നന്നായിട്ട് വറക്കണം. അതിലേക്ക് നമ്മൾ ഒരു 2-3 തണ്ട് വേപ്പില ചേർക്കണം. പിന്നെ പെരിഞ്ജീരകം ഒരു 1.5 സ്പൂൺ, 1 സ്പൂൺ കുരുമുളക്, ഒരു 5 ഏലക്ക, ഇതും കൂടി ചേർത്ത് നല്ലപോലെ വറുത്ത് കോരണം. കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ചുമക്കെ വറുക്കുക. നല്ലപോലെ ചുവപ്പ് കളർ വരുന്നത് വരെ വറുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ പൗഡർ രൂപത്തിൽ എടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ പൊടി രൂപത്തിലാക്കി എടുക്കുക. അതും മാറ്റി വയ്ക്കുക. അപ്പോൾ ഏതാണ്ട് കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതിന് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് ഇഞ്ചി ഒരു മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കണം. അതും ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. അതും വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളി ആഡ് ചെയ്യുക. ചുവന്നുള്ളി നല്ല ടേസ്റ്റ് തരും. അതുകൊണ്ട് ചുവന്നുള്ളി കുറച്ചധികം ഇട്ടാൽ നന്നായിരിക്കും. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഒരിടത്തരം തക്കാളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് നല്ലപോലെ ഇളക്കി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മുളകും മല്ലിയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം വിട്ട് മാറുന്നത് വരെ നന്നായി ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുക. ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുള്ളത് അതും ആഡ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് അത്രയാണ്, അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അത് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടിയിട്ടോ അല്ലാതെയോ വേവിക്കുക. വെള്ളം ചേർത്തിട്ടില്ല, അങ്ങനെ റോസ്റ്റാണ്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഇതാക്കുക. അതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ അത് നമ്മളിതിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അത്യാവശ്യം വെന്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി. ചിക്കനിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതാണ് ഇതിപ്പോൾ ആ പൊടിയൊക്കെ ഒരു ചിക്കൻ പെരട്ടെന്ന് വേണേൽ പറയാം. പിന്നെ ചിക്കൻ റോസ്റ്റ് എന്ത് തന്നെ ആയാലും ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ആ വിട്ടൻ ദിനത്തിൽ എടുക്കാനായിട്ട് റൈറ്റായി. അതിലേക്ക് ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില ആഡ് ചെയ്താൽ സംഭവം ഫിനിഷ്. ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായം പറയാം. ഗുഡാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.